ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷമായ സ്നേഹക്കൊണ്ട് ഒരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം. അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ പല്ലവീനെയും അച്ഛനെയാണ്. അപ്പോൾ രണ്ടുപേരുടെ ഡ്രൈവിംഗ് സ്കൂളിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ. അപ്പം അവിടെ ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല അപ്പം നമ്മുടെ പല്ലവി അകത്തേക്ക് കയറി ചെന്നു. അപ്പം അച്ചു കൂടെയുണ്ട്. അപ്പം അച്ചു ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ കയറി ചെല്ലുന്നത്. അപ്പം അവിടെ ഒരു കുട്ടി പഠിപ്പിക്കുന്നുണ്ട്. ആളുടെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അതെ ആന്റണി ആശൻ, പപ്പ പള്ളിയിൽ പോയിരിക്ക. പല്ലവി ടീച്ചറല്ലേ? അതെ. ആ, പപ്പ പറഞ്ഞിരുന്നു വരുമെന്ന്. അല്ല, ഇതിലാരാ ചേരുന്നത്? ഇവളാ അവന്തിക. ഓക്കെ. അപ്പം സാധാരണ ഈ പ്രായത്തിലെ കുട്ടികള് കാർ ഓടിക്കാൻ ചേരാറാ പതിവ്. അതെന്താ ഓട്ടോറിക്ഷ തിരഞ്ഞെടുത്തത്? കാർ ഓടിക്കാൻ ഇവൾക്കറിയാം, പക്ഷേ ലൈസൻസ് ഇല്ല. മാത്രമല്ല ഇവക്കൊരു ബിസിനസ് ഉണ്ട്, അതിനുവേണ്ടി ഓടിക്കാനായിട്ടൊരു ഓട്ടോറിക്ഷയും ഉണ്ട്. അങ്ങനെയാണോ? ഒരു മിനിറ്റ്, ദാ ഈ ഫോം ഒന്ന് ഫില്ല് ചെയ്ത് തന്നോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഫോം കൊടുത്തു. പല്ലവി ടീച്ചർക്ക് ലൈസൻസ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഇല്ല, എടുക്കേണ്ട പ്രായമായി എന്നൊക്കെ ആ കുട്ടി ഇങ്ങനെ പറയാ. അപ്പൊ വേഗം തന്നെ എല്ലാം പൂരിപ്പിച്ചു കൊടുത്തു. ശരി, എല്ലാം കറക്റ്റ് അല്ലേ? അതെ. എന്നാൽ നാളെ 10 മണിക്ക് എത്തിക്കോളൂ. നാളെ മുതലേ തുടങ്ങാം എന്നാ പപ്പ പറഞ്ഞത്. ശരി എന്ന് പറഞ്ഞു. അതെ, ഒരു കാര്യം പറയട്ടെ, നിന്റെ തീരുമാനം 100% ശരിയാ. ഓട്ടോ ഓടിക്കുന്നത് എല്ലാവരെയും ഞെട്ടിക്കണം. ഹരി എങ്ങനെ എടുക്കും എന്നെനിക്ക് സംശയമുണ്ട് ചേച്ചി. വഴക്ക് പറയാതിരുന്നാ മതിയായിരുന്നു. എന്തിനു വഴക്ക് പറയണം? ഹരിക്ക് സന്തോഷാവുകയേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും ഓട്ടോ ഓടിക്കല് ഒരു കൈത്തൊഴിലല്ലേ എൻ്റെ അച്ചു. നാളെ ഒരു പ്രതിസന്ധി ജീവിതത്തിൽ വന്നാല് ഓട്ടോയും കൊണ്ട് ഇറങ്ങാലോ. എത്രയോ കുടുംബങ്ങളാ ഓട്ടോ ഓടിച്ച് കഴിയുന്നത്. അവർക്കൊക്കെ ഉണ്ടല്ലോ ആ ഒരു പ്രതിരോധം. അതിനൊന്നും വേണ്ടി അല്ല, ചെലവ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെയാ. പകൽ സമയം ഞാൻ വെറുതെ വീട്ടിലിരിക്കല്ലേ, ഓർഡർ അനുസരിച്ച് നൈറ്റ് കൊണ്ട് കൊടുക്കാൻ പറ്റിയ അത്രയായില്ലേ? അതെ, അത് തന്നെയാ നീ ചിന്തിക്കുന്നത് തന്നെയാ ശരി. അതില് ഒരു തെറ്റുമില്ല. നീ ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. ചേച്ചി തരുന്ന ഈ സപ്പോർട്ടാ എനിക്ക് ധൈര്യം തരുന്നത്. നമ്മളെ മനസ്സിലാക്കുന്ന ഒരാളില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ തോന്നില്ല ചേച്ചി. ഇവിടെ ചേച്ചിയുണ്ട്, അത് തന്നെയാ ഏറ്റവും ഭാഗ്യം. ആ വാ എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരുടെ പോവാണ്. പിന്നെ കാണുന്നത് രാജലക്ഷ്മിനെയാണ്. അപ്പൊ ആള് ഊഞ്ഞാലിലൊക്കെ കിടന്നിട്ട് മോളെ പാറു എന്ന് വിളിച്ചു. ഒന്നിങ്ങി വന്നേ. അപ്പൊ പാറു അങ്ങോട്ടേക്ക് ചെല്ലുക. ഒന്ന് പിടിച്ചേ മോളെ. അപ്പൊ പതുക്കെ പിടിച്ചൊക്കെ എഴുന്നേപ്പിച്ചിരുത്താണ്. അല്ല മോളെ, അടുക്കളയിലേ പച്ചക്കറിയൊക്കെ വല്ലതും ഇരിപ്പുണ്ടോ? നോക്കിയില്ലമ്മേ എന്ന് പറഞ്ഞു. ആ, കാണാൻ വഴിയില്ല, എല്ലാം തീരാൻ സമയമായിട്ടുണ്ട്. മോളൊരു കാര്യം ചെയ്യ, കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് വാ എന്ന് പറഞ്ഞു. ഹാ, സത്യം പറഞ്ഞാലേ എല്ലാം ഞാനാ ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഇതേ വയ്യാണ്ടായി പോയില്ലേ, എന്ത് ചെയ്യാനാ? അതാട്ടോ മോളോട് പറഞ്ഞത്. മോക്ക് ബുദ്ധിമുട്ടാണെങ്കി വേണ്ടട്ടോ. എന്ത് ബുദ്ധിമുട്ട്? ഞാൻ തന്നെ ചെയ്തോളാം. അല്ല, മോളുടെ വീട്ടിൽ ആരൊക്കെയാ സാധനങ്ങൾ വാങ്ങുക? അമ്മയാ? ആ, അതാണ്, എനിക്കത് തോന്നിയിരുന്നു. അതെ, നമ്മളെ കുട്ടികളെ എല്ലാം ചെയ്യിപ്പിച്ച് വേണം വളർത്താനായിട്ട്. ഒരു വീട് എങ്ങനെയാ നടത്തേണ്ടതെന്നും കുട്ടികൾ മനസ്സിലാക്കിയിരിക്കണം. ആ, സാരമൊന്നുമില്ലെന്നേ. അധികം വൈകാതെ മോളെല്ലാം തന്നെ പഠിക്കും. വാങ്ങിക്കേണ്ട ലിസ്റ്റ് തന്നാ മതി, ഞാൻ ഓൺലൈൻ വരുത്താം. അയ്യോ, അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. പച്ചക്കറിയല്ലേ, പിന്നെ ചീത്തയായെങ്കിൽ പിന്നെ അത് പെട്ടുപോയില്ലേ, കാശ് പോയില്ലേ. അതുകൊണ്ട് മോള് തന്നെ പോയി വാങ്ങിയാൽ മതി കേട്ടോ. ശരി. അല്ല, അപ്പൊ വേഗം രാജലക്ഷ്മി, അല്ല മോക്ക് പറ്റില്ലെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ആ, പയ്യാത്ത കാലും വെച്ച് ഞാൻ തന്നെ പോയിക്കോളാം. അയ്യോ വേണ്ട, ഞാൻ തന്നെ പോയിക്കോളാം എന്ന് പാറു പറഞ്ഞു. ശരി, എന്നാ മോളൊരു പേപ്പറും പേനയും എടുത്തിട്ട് വാ, വാങ്ങേണ്ട ലിസ്റ്റ് തരാം. അപ്പൊ പാറു പോയി ലിസ്റ്റൊക്കെ എടുത്തോണ്ട് വരികയാണ്. എന്നിട്ട് പാറു മാർക്കറ്റിൽ പോയി വെജിറ്റബിളൊക്കെ വാങ്ങി തിരിച്ചു വരുന്ന സമയത്താണ് നമ്മുടെ പല്ലവിയെ കാണുന്നത്. അപ്പൊ ചേച്ചിയെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഇപ്പൊ കയ്യില് എന്താ പറയാ വിക്ഷോപ്പറും പച്ചക്കറിയും ഒക്കെ ആയിട്ടാണ് പാറു വരുന്നത്. ഇങ്ങനെ നോക്കിയപ്പോ, അല്ല ചേച്ചി, അവിടുത്തെ അമ്മയ്ക്ക് സുഖമില്ല, അതുകൊണ്ടാ ഞാന് മാർക്കറ്റിൽ പോയത്. അതിനെന്താ? അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികളോ ബാക്കി സാധനങ്ങളോ ഒന്നും നമ്മുടെ സ്വന്തം വാങ്ങുന്നതിൽ ഒരു തെറ്റുമില്ല. അത് അങ്ങനെ തന്നെയാ വേണ്ടത് എന്ന് പറഞ്ഞു പല്ലവി. അല്ല, ചേച്ചിക്ക് സുഖാണോ? ഈ ചോദ്യം ഞാൻ അങ്ങോട്ടല്ലേ പാറു ചോദിക്കേണ്ടത്? എനിക്ക് സുഖ ചേച്ചി, എനിക്ക് ഒരു കുഴപ്പമില്ല. വിഷന്റെ വീട്ടില് ഇപ്പൊ നിലവിൽ ഒരു കുഴപ്പവും എനിക്കില്ല. ആ, അയാളോ എന്ന് ചോദിച്ചു. ആ ഇന്ദ്രൻ, അയാൾ എങ്ങനെയാ നിന്നോട് പെരുമാറുന്നത്? ഇതുവരെ കുഴപ്പമൊന്നും തോന്നിയിട്ടില്ല.
വളരെ ബഹുമാനത്തോടു കൂടി അല്ലാതെ ഇതുവരെ സംസാരിച്ചിട്ട് പോലും ഇല്ല. അതൊക്കെ വെറും അഭിനയമാണ്, അതൊന്നും വിശ്വസിക്കരുത്. എനിക്കറിയാലോ, ഞാൻ ശ്രദ്ധിച്ച് തന്നെയാ നിൽക്കുന്നത് എന്ന് പറഞ്ഞു. ചേച്ചിയും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നറിയോ? ചേച്ചിക്കും ഇന്ദ്രനിടയില് ഒരു വിഷൻ ഉണ്ടായിരുന്നില്ല, പക്ഷെ എനിക്കതുണ്ട്. പാറു, നിനക്ക് ഇന്ദ്രനെ അറിയില്ല. ആരുണ്ടെന്ന് പറഞ്ഞാലും അയാള് ചെയ്യേണ്ടത് ചെയ്യും. ഞാൻ സൂക്ഷിച്ചോളാം ചേച്ചി. പറയണ്ടെന്ന് വിചാരിച്ചതാ, പക്ഷെ ഇനി പറയാതിരുന്നാലും ശരിയാവില്ല. അതെ, ഇന്ദ്രന്റെ പുതിയ ഭീഷണി അതെന്താന്ന് നിനക്കറിയോ? ഞാൻ ആ ഡിവോഴ്സ് കേസ് പിൻവലിക്കണം. എന്തിന് എന്ന് ചോദിച്ചു. എന്നാലല്ലേ എന്നെ അയാളുടെ ഭാര്യയായിട്ട് കിട്ടുള്ളൂ. കേസ് പിൻവലിച്ചില്ല എങ്കിൽ നിന്നെ മറന്നേക്കാനാ അയാള് എന്നോട് പറഞ്ഞത്. അറിയോ നിനക്ക്? അയ്യേ, അയാൾ ഇത്രയ്ക്ക് നിലവാരമില്ലാത്തവനാണോ അയാള്? അതാ ഞാൻ പറഞ്ഞത്, നിനക്ക് അയാളെ കുറിച്ചൊന്നും അറിയില്ല എന്ന്. വിദഗ്ധരായ ഡോക്ടർമാരടങ്ങുന്ന മെഡിക്കൽ ബോർഡിനെ വരെ പറ്റിച്ച ആളാ അയാള്. അത്രയ്ക്ക് കഴിവുണ്ട് അയാൾക്ക്. അതുകൊണ്ട് നിനക്കറിയാലോ, ആ ഡിവോഴ്സും എന്റെ ഭാവിയും തമ്മിൽ എത്രത്തോളം ബന്ധമുണ്ടെന്ന്. ഉറപ്പായിട്ടും ഡിവോഴ്സ് കിട്ടും എന്നുള്ള അവസ്ഥയിലായിരുന്നു. അപ്പോഴായിരുന്നു നിന്റെ കല്യാണവും ഇന്ദ്രന്റെ ഭീഷണിയും. എല്ലാം കൊണ്ടും എനിക്കറിയില്ല പാറു എന്താ ചെയ്യേണ്ടതെന്ന്. സത്യം പറഞ്ഞാല് നിനക്കൊരാപത്ത് വരുന്നത് എനിക്ക് സഹിക്കാനേ പറ്റില്ല. അതാണ് പെട്ടുപോയതിപ്പോ ഞാനാ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എനിക്കെന്റെ ജീവിതവാ ഇന്ദ്രൻ കാരണം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് പല്ലവി സങ്കടപ്പെട്ട് കരയുക കേട്ടോ. ഇത് കണ്ടപ്പോ പാറുവിന് വിഷമായി. ചേച്ചി വിഷമിക്കണ്ട ചേച്ചി, ഞാൻ അവിടെ താമസിക്കുന്നത് കൊണ്ടാണല്ലോ ഇന്ദ്രൻ ചേച്ചിയെ ഭീഷണിപ്പെടുത്തുന്നത്. അതിനൊരു പരിഹാരം അത് ഞാൻ ഉണ്ടാക്കിയിരിക്കും. എങ്ങനെ? ഞാൻ കാരണം ചേച്ചിക്ക് ഒന്നും നഷ്ടപ്പെടില്ല ചേച്ചി. നീ പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. എന്റെ ചേച്ചിക്ക് ഒരു സങ്കടം വന്നാ ഞാൻ അതും കണ്ട് കയ്യും കെട്ടി നോക്കി നിൽക്കും എന്നാണോ വിചാരിച്ചത്? അതിന് ഞാൻ വേറെ ജനിക്കണം? ദേ, മുകുന്ദ മാഷിന്റെ മക്കളല്ലേ നമ്മള്, അപ്പൊ പിന്നെ എങ്ങനെയാ എന്ന് ചോദിച്ചു. അതെ ചേച്ചി, ധൈര്യമായിട്ടിരിക്കുക. ഒരാള് മറ്റൊരാൾക്ക് തുണയായിരിക്കണം. അതല്ലേ നമ്മൾ ഇതുവരെയും ചെയ്തിട്ടുള്ളൂ. ഇനിയും നമ്മൾ അങ്ങനെ തന്നെ ആയിരിക്കും. ചേച്ചി ധൈര്യമായിട്ടിരിക്കുക. വേണ്ട പരിഹാരങ്ങള് ഞാൻ ഉണ്ടാക്കിയിരിക്കും. ഇതെന്റെ ഉറപ്പാ. ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പാറു വീട്ടിലേക്ക് ചെന്നു. അപ്പൊ വിശ്വൻ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പൊ വിശ്വന്റെ അടുത്തേക്ക് ചെന്നു. വിശ്വ, ഞാൻ ചേച്ചിയെ കണ്ടിരുന്നു വഴി വെച്ച്. എന്നിട്ട് ചേച്ചി ആകെ വിഷമത്തിലാ. നമ്മുടെ ഈ കല്യാണം നടന്നതുകൊണ്ട് ഇപ്പോ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് ചേച്ചിയാ. അല്ല, എന്തു പറ്റി? കോടതിയിൽ മൊഴി കൊടുക്കരുതെന്നാ വിശ്വന്റെ ചേട്ടൻ ചേച്ചിയോട് പറഞ്ഞത്. കൂട്ടത്തിൽ ഭീഷണിയുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. പറഞ്ഞാല് എന്നെ ഉപദ്രവിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇന്ദ്രൻ അപ്പുറത്തിരുന്ന് എക്സസൈസ് ചെയ്ത് ഇതെല്ലാം കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് കേട്ടപ്പോ ചേച്ചി പേടിച്ചു കാണും അല്ലേ? എടോ, തന്റെ ചേച്ചിക്ക് ഇത്ര ധൈര്യമുള്ളോ? തന്റെ ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം കോടതിയിൽ ഹാജരായില്ല എന്നറിഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നിയിരുന്നു എന്തോ പ്രശ്നമുണ്ടെന്ന്. ഇപ്പോഴല്ലേ സത്യം മനസ്സിലായത്. ചേച്ചിക്ക് എന്നെ വലിയ ഇഷ്ടവാ. അപ്പൊ എനിക്കൊരാപത്ത് വരുന്നു എന്നറിഞ്ഞ ചേച്ചി എന്തും ചെയ്യും എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടിയിട്ട് ചേച്ചി ഒരിക്കലും ചേച്ചിയുടെ ജീവിതം നശിപ്പിക്കാൻ പാടില്ല. അതിന് അങ്ങനെ സംഭവിച്ച പിന്നെ ഒരിക്കലും എനിക്ക് എന്റെ ജീവിതത്തിൽ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തനിക്ക് മാത്രമല്ലടോ, എനിക്കും കിട്ടില്ല സ്വസ്ഥത. താൻ സമാധാനമായിട്ടിരിക്കും പാറു. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ താൻ പറഞ്ഞോ, അതുപോലെ തന്നെ ഞാൻ ചെയ്യാം. ചേച്ചി ഒന്ന് കാണണം, എന്നിട്ട് അടുത്ത തവണ കോടതിയിൽ ഹാജരാവണം എന്നും പറയണം. അതുകൊണ്ട് എന്താ ചെയ്യാന്ന് പറഞ്ഞു മനസ്സിലായില്ലേ? ശരി, നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ വേണം ചേച്ചിക്ക് ധൈര്യം കൊടുക്കാൻ. നമ്മൾ പറഞ്ഞാലേ ചേച്ചി കോടതിയിൽ പോവുള്ളൂ. അത് ഞാൻ ഏറ്റുപാറോ. നീ ധൈര്യമായിട്ടിരിക്ക, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം. താൻ സമാധാനമായിട്ടിരിക്ക. എന്നാ ഞാനൊരു ചായ എടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നേരെ പാറു കിച്ചണിലേക്ക് പോയി. ഈ സമയം ഇതെല്ലാം കേട്ടിട്ട് ഇന്ദ്രൻ പതുക്കെ പാറു പോയി എന്ന് ഉറപ്പായപ്പോ നേരെ വിശ്വത്തിന്റെ അടുത്തേക്ക് വരികയാണ് കേട്ടോ. വിശ്വൻ കമ്പ്യൂട്ടറിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആളങ്ങോട്ടേക്ക് വന്നിട്ട് ഡാ എന്ന് വിളിച്ചു. ആ, എന്തു വേണം? അവളോടെങ്ങാനും ചെന്ന് കോടതിയിൽ ഹാജരാവാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. പറഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അന്നത്തെ പോലെ നിങ്ങൾ എന്താ എന്നെ തല്ലുവോ? പിന്നെ അന്ന് ഞാൻ തിരിച്ചു തല്ലാതിരുന്നത് മനഃപൂർവ്വം തന്നെയാ. ഏട്ടനല്ലേ, സുഖമില്ലാത്തതല്ലേ, അങ്ങനെ പലതും ഞാൻ ചിന്തിച്ചു. അതുകൊണ്ട് മാത്രം. ഇനി ആ ദയ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കണ്ട. എന്നാ വാടാ, ഇപ്പൊ തന്നെ തീരുമാനിക്കാം, വാടാ എന്ന് പറഞ്ഞ ഇന്ദ്രൻ. അതെ, മത്സരിക്കാനൊന്നും തൽക്കാലം ഞാനില്ല.
പേടിയും എനിക്കില്ല. അതുകൊണ്ട് തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം, പല്ലവി ചേച്ചിയുടെ ഭാഗം കോടതിയിൽ പറയുന്നതിന് ചേട്ടൻ എന്തിനാ ഇത്രയധികം ഭയക്കുന്നത്? ഒന്നുമില്ലെങ്കിലും ആണുങ്ങളെ പോലെ ഫൈറ്റ് ചെയ്യുകയല്ലേ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു. അപ്പൊ മിണ്ടുന്നില്ല. കോടതി തീരുമാനിക്കട്ടെ ആരുടെ ഭാഗമാണ് ശരിയെന്ന്. ഞാൻ എന്തായാലും ചേച്ചിയെ നിർബന്ധിക്കും. ഇനി അതിന്റെ പേരിൽ എന്ത് സംഭവിച്ചാലും ഞാൻ അത് നേരിടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു വിശ്വൻ. അപ്പം മിണ്ടാ നിൽക്കുകയാണ് കുറെ നേരം കേട്ടോ ഇന്ദ്രൻ. ഇനി എന്ത് പറയാനാ? എന്നിട്ട് വിശ്വൻ അങ്ങ് പോയി. അപ്പൊ പാറു ചായയായിട്ട് വന്നപ്പോഴത്തേനും വേഗം വിശ്വൻ എന്ന് ചോദിച്ചു. അവൻ പോയി വേഗം തന്നെ ഇന്ദ്രൻ ആ ചായ എടുത്ത് കുടിക്കുകയാണ്. എന്നിട്ട് പിന്നെ കാണുന്നത് നമ്മുടെ പാറുവിനെയും വിശ്വത്തിനെയാണ്. അപ്പൊ രണ്ടുപേരും ചേച്ചിയെ വിളിച്ചു വരുത്തിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുകയാണ്. പാറു എന്ന് വിളിച്ചുകൊണ്ട് ചേച്ചി അങ്ങോട്ടേക്ക് വന്നു. എന്റെ ചേച്ചി, ഞാൻ കരുതിയത് ചേച്ചിക്ക് നല്ല ധൈര്യം ഉണ്ടായിരിക്കും എന്നാ. ശേ, ഇതിപ്പോ അങ്ങനെയല്ലല്ലോ പെരുമാറുന്നത്. എനിക്ക് ഇവളെന്ന് വെച്ചാ ജീവനാ വിശ്വ. ഇവൾക്ക് എന്തെങ്കിലും പറ്റുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല വിശ്വ. അതുകൊണ്ടാ എന്റെ പൊന്നു ചേച്ചി, പാറുവിന് എന്ത് പറ്റുമെന്നാ. ഞാനാണ് ഇവളുടെ ഭർത്താവ്, അല്ലാതെ ഇന്ദ്രനല്ല. ആര് വിചാരിച്ചാലും ഇവളുടെ ദേഹത്ത് ഒരു തുള്ളി മണ്ണ് വാരി വാഴിടാൻ പോലും ഞാൻ സമ്മതിക്കില്ല. ഇന്ദ്രൻ വിശ്വന്റെ ചേട്ടനായിരിക്കാം, പക്ഷെ ഇന്ദ്രനെ എനിക്കറിയാവുന്നത് പോലെ വിശ്വത്തിന് അറിയില്ല. ആയിരിക്കാം, പക്ഷെ എന്റെ ചേട്ടനല്ലല്ലോ ചേച്ചി ഇവിടുത്തെ പ്രശ്നം. കോടതിയിൽ കയറി ചേച്ചിയുടെ ജീവിതത്തിൽ നടന്നത് മുഴുവൻ പറയുമോ ഇല്ലയോ എന്നുള്ളതല്ലേ. അതുകൊണ്ട് എന്റെ അഭിപ്രായം പറയണം എന്ന് തന്നെയാണ്. ഒരു മാറ്റവുമില്ല. പാറുവിനെ കുറിച്ച് ഓർത്ത് ചേച്ചി ഈ കേസിൽ നിന്ന് ഒരു കാരണവശാലും പിന്മാറാൻ പാടില്ല. അത് തന്നെയാ എന്റെ അഭിപ്രായം. അങ്ങനെ ചെയ്ത തോൽക്കുന്നത് ചേച്ചി മാത്രമല്ല, ചേച്ചിക്ക് വേണ്ടി നിൽക്കുന്ന എല്ലാവരുമാ. സേതുവേട്ടനും ചേച്ചിയുടെ അച്ഛനും അമ്മയും അങ്ങനെ എല്ലാവരും. ഇവളെ കുറിച്ച് ഓർക്കുമ്പോഴാ ടെൻഷൻ. ആദ്യം ഒക്കെ എന്നെ നോക്കാൻ എനിക്കറിയാം. എന്നെ കുറിച്ച് ഓർത്ത് ഒരു പേടിയോ ഭയോ ഒന്നും വേണ്ട എന്ന് പറയണം. എന്റെ സ്വന്തം ഏട്ടനാ ഇന്ദ്രൻ. എന്നിട്ടും ആ ഏട്ടനെതിരെ കോടതിയിൽ മുഴ കൊടുത്തവനാ ഞാൻ. അപ്പോ അതാർക്ക് വേണ്ടിയിട്ടായിരുന്നു? ചേച്ചിക്ക് വേണ്ടിയിട്ടായിരുന്നില്ലേ? അപ്പോ ചേച്ചി എന്താ ചെയ്യേണ്ടത്? ദേ, എന്റെ ആ ധൈര്യം ചേച്ചിയും കാണിക്കണം. എന്റെ ഏട്ടൻ ഒരു മനോരോഗിയാണ്, അത് കോടതിയിൽ തെളിയിക്കണം. ഏട്ടൻ അംഗീകരിക്കില്ല. വീട്ടിലെ അമ്മയും അതൊരിക്കലും പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല. ചേട്ടന് നല്ല ചികിത്സ കിട്ടണം, നന്നായി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അത് നടക്കണമെങ്കിൽ ചേച്ചി കേസിൽ ജയിക്കണം. അങ്ങനെ വന്നാൽ അവർക്ക് നല്ലൊരു തിരിച്ചറിവാവും. പിന്നെ കോടതി മനോരോഗിയാണ് എന്ന് പറയുകയും ചെയ്യും. ചികിത്സയും കിട്ടും, നന്നാവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഞാനീ പറയണത്. ചേച്ചി കേൾക്കുന്നുണ്ടോ എന്ന് ചോദിച്ചോ. പിന്നെ ചേച്ചി തന്നെ ഇതിൽ ഒന്നിനും മുൻകൈ എടുക്കാതെ മാറി നിന്നാൽ ചേച്ചിക്ക് ഒരിക്കലും ജീവിതം കൈവിട്ടു പോകും. ഒരിക്കലും സമാധാനം കിട്ടില്ല. എന്റെ അപേക്ഷയാ, കോടതിയിൽ പോണം, നടന്നത് മുഴുവൻ പറയുകയും ചെയ്യണം എന്ന് പല്ലവിയോട് പാറുവും പറയാണ്. ചേച്ചിയും സേതുവേട്ടനും ഒരുമിച്ച് ജീവിക്കുന്നത് കാണാനാ എനിക്ക് സന്തോഷം. നമുക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ, അത് മറ്റാർക്കും വേണ്ടിയിട്ട് നമ്മൾ നശിപ്പിക്കേണ്ട കാര്യമില്ല. എന്നെ കുറിച്ച് ഒരു പേടിയും വേണ്ടാന്ന് ഞാൻ വീണ്ടും വീണ്ടും പറയാ. എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ അതിനെ സമ്മതിക്കില്ല. വിശ്വം എന്റെ കൂടെ ഉള്ളിടത്തോളം കാലം ഞാൻ എന്തിനാ ചേച്ചി പേടിക്കുന്നത്? ഇന്ദ്രനെ പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. അപ്പൊ ഇങ്ങനെ പല്ലവി കുറെ നേരം നിന്നു സ്റ്റക്കായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ. പിന്നെ കാണുന്ന ഇന്ദ്രനെയാണ്. അപ്പൊ ഇന്ദ്രൻ ആരെയോ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. മറ്റാരെയല്ല, നമ്മുടെ പ്രതാപനെയാണ്. അപ്പൊ പ്രതാപൻ അങ്ങോട്ടേക്ക് വന്നു. എന്താ കാണണമെന്ന് പറഞ്ഞത്? തന്നെ കൊണ്ട് എനിക്കൊരു ആവശ്യമുണ്ട്, അതാ വരാൻ പറഞ്ഞത്. എടോ, താൻ ഇപ്പോഴും രാഷ്ട്രീയത്തിൽ സ്ട്രോങ് ആണോ? അതെന്താ ഇപ്പൊ അങ്ങനെ ചോദിച്ചത്? പിന്നല്ലാതെ. അല്ല, താൻ പറഞ്ഞാ കേൾക്കുന്ന അണികൾ വല്ലതും ഉണ്ടോ എന്നറിയാൻ വേണ്ടി ചോദിച്ചതാ. പിന്നെ ഇല്ലേ, എന്റെ കീഴിലെ ചെറിയൊരു സംഘം ഗുണ്ടകൾ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ദേ, ഞാനിങ്ങനെ ഒന്ന് വിരൽ ഞൊടിച്ചാ മതി, അവരെന്തും ചെയ്യും. എന്നിട്ടെന്താ സേതുമാധവൻ ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നത്? അയാളെ തന്നെ ചാടിച്ച് ചതച്ചില്ലേ? എന്നിട്ടും ഒന്നും ചെയ്തില്ലല്ലോ. അന്ന് എവിടെ പോയി ഗുണ്ടാ സംഘം? അല്ല, അത് പിന്നെ വേണ്ട എന്ന് വെച്ചിട്ടാന്നേ. എടോ, തന്റെ തള്ളൻ ഇപ്പോഴും ഒരു കുറവുമില്ലല്ലോടോ എന്ന് ചോദിച്ചു. ആ, എന്തുകൊട്ടെ, ഞാൻ എന്റെ ആവശ്യം പറയാം. പിന്നെ ചെയ്തു തരാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം ഏൽക്കാം, അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കാം. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് തന്നെ പറയണം. പറഞ്ഞാ പിന്നെ നടക്കാതെയും വരരുത്. ശരി എന്നാ പറഞ്ഞു എന്ന് പറഞ്ഞു. എന്നെ സംബന്ധിച്ചിടത്തോളം നാളെ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. നാളെ പല്ലവി കോടതിയിൽ എനിക്കെതിരെ മൊഴി കൊടുക്കാൻ പറ്റുന്ന ആ ഒരു ദിവസമാണ് നാളെ. കഴിഞ്ഞ ദിവസം അവള് വന്നില്ല,
പക്ഷെ നാളെയും കൂടി എത്തിയില്ല എങ്കിൽ കേസ് തള്ളിപ്പോകും. അതിന് കാരണമുണ്ട്. അതുകൊണ്ട് ആ ഒരു കാരണവശാലും അവള് നാളെ കോടതിയിൽ എത്തരുത്. എന്താ ചെയ്യേണ്ടത്? കിഡ്നാപ്പ് ചെയ്യണോ അതോ ബ്ലോക്ക് ചെയ്യണോ? കിഡ്നാപ്പ് അത് വേണ്ട, ബ്ലോക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ശരി. വഴിയിൽ കുടുങ്ങി കിടക്കണം അവള്, കോടതിയിൽ എത്തരുത്. ശരി, എന്നാ അത് ഞാൻ ഏറ്റു. ആളിയൻ ധൈര്യമായിട്ടിരിക്കും. ആളിയനോ? ഏത് വകയിലാണ് തന്റെ അളിയൻ? എനിക്കങ്ങനെ ഒന്നും പറയുന്നൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. ഓവർ സ്വാതന്ത്ര്യം വേണ്ട. ശരി ആയിക്കോട്ടെ, സോറി. അപ്പം പ്രതാപൻ വേഗം മാറി. അല്ല, തന്റെ പ്ലാൻ എങ്ങനെയാ അത് പറ. അപ്പൊ കുറച്ചു നേരം ആലോചിച്ചിട്ട് പ്ലാൻ 2-3 ഒക്കെ പറഞ്ഞു. ശരി, എങ്ങനെയുണ്ട്? അത് ഇഷ്ടപ്പെട്ടു ഇന്ദ്രന്. അത് മതി. ഇതാണ് ആപത്ത് കാലത്ത് കാശ് തന്ന സഹായിച്ചയാളാ. ആ ആള് ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സഹായം ആവശ്യപ്പെടുമ്പോ ചെയ്ത് തന്നിരിക്കും ഞാൻ. ശരി ശരി, എന്നാ വേഗം താൻ പണി തുടങ്ങിക്കോ. ഇനിയിപ്പോ നമ്മുടെ മുന്നില് അധിക സമയമൊന്നുമില്ല. ശരി, ഓക്കെ. അപ്പോ നാളെ ഓപ്പറേഷൻ കഴിഞ്ഞ് കാണാം. അപ്പൊ സെറ്റ് എന്നൊക്കെ പറഞ്ഞ് ശരിയിടോ എന്നാ ചെല്ല്. അപ്പൊ പ്രതാപൻ അങ്ങോട്ടേക്ക് പോവാണ്. ഇന്ദ്രൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കാണ്. എല്ലാം സെറ്റാക്കി പല്ലവിയെ തടയാനുള്ള എല്ലാ കാര്യങ്ങളും റെഡിയാക്കി ഇങ്ങനെ നിൽക്കാണ്, ജയിച്ചു എന്നുറപ്പിക്കാൻ. അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. നാളെ ഒരു വമ്പൻ ഡിസ്റ്റ് ഒക്കെ ആയിട്ടാണ് വരുന്നത്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സി യു.